Hey, I didn't hear any sound. I need more sound in South Chicago. ഓജിയുടെ ഈ ധൃതി വെപ്രാളം എല്ലാം 22 ഫീമെയിൽ എന്ന സിനിമ തുടങ്ങുന്നതിനുണ്ടായിരുന്നു. പെട്ടെന്ന് വേണം 5 ദിവസം ഇപ്പോൾ ഷൂട്ട് ചെയ്തോ, പിന്നെ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്താൽ മതി, പക്ഷെ എനിക്ക് പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞ ആളാണ് ഇത്. ഇപ്പോൾ അതായിരുന്നു എൻ്റെ തുടക്കം. താജിലിരുന്ന് ഒരു കോഫി കുടിച്ചിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യണം എന്നാലോചിച്ചത്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ഇതൊരു എൻ്റെ കഴിഞ്ഞ പടം 100 ദിവസം ഓടി, പക്ഷേ ഇതുപോലത്തെ ചടങ്ങാരും നടത്തില്ല. എനിക്ക് ഓജിയോട് വളരെയധികം സന്തോഷം. എനിക്ക് മാത്രമല്ല, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഈ വേദിയിൽ ഇത് വാങ്ങുന്ന, ഇതിനകത്ത് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന ഷമീർ അടക്കം, ഇതിൻ്റെ ഡ്രൈവേഴ്സ് അടക്കം, ഈ സിനിമയിൽ വർക്ക് ചെയ്ത എഴുത്തുകാരും ഗായകരും സംവിധായകരും തിയേറ്ററുകാർക്കും അടക്കം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം സിനിമ 100 ദിവസം ഓടുക എന്നുള്ള വലിയ സംഭവം തന്നെയാണ്. അതിന് ഈ സിനിമയെ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സിനിമയ്ക്ക് രംഗഭാഷ ഒരുക്കിയ ആൾക്കാരെയും, ഇതിൽ ഓൺ സ്ക്രീൻ പെർഫോമൻസ് ഇപ്പോൾ റിമ, ഫഹദ്, പോത്തൻ സാർ, ടി ജി രവിയുടെ ഇപ്പോൾ നമ്മുടെ കൂടെ സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇങ്ങനെ ഓർത്തെടുക്കാവുന്ന ഒരുപാട് പേര്, ചെറിയ വേഷം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇതുപോലുള്ള ചെറിയ സിനിമകൾ വലിയ വിജയങ്ങളാക്കി മാറ്റുന്നത് ഞങ്ങളെപ്പോലുള്ള ചെറിയ സിനിമകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഒരു ഇൻസ്പിറേഷനാണ്. ഈ സിനിമ തുടങ്ങിയോടത്തല്ല ഇത് അവസാനിച്ചത്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് സിനിമ വളർന്നു. ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാളും വളർന്നു. സിനിമ നമ്മളെക്കാളും വലുതാണെന്ന് തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ ഈ സിനിമയുടെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓജി റിവ്യൂ കണ്ടിട്ട് പറഞ്ഞ് ഈ സിനിമ ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടതാണ്. എനിക്കറിയില്ല മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഞാൻ കുറച്ച് ആവേശമെടുത്തിയാട്ടോ കാണിക്കുന്ന ആളാണ്. എന്നേക്കാൾ ആവേശമെടുത്തിയാട്ടുള്ള ആളാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു യോജിപ്പായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. ഏപ്രിൽ 13-ാം തീയതി വെള്ളിയാഴ്ച സിനിമാക്കാരും ശുഭം എന്ന് പറയാത്ത ഒരു ദിവസം ആണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അതിന് ധൈര്യം കാണിച്ചത് ഓജിയാണ്. എനിക്ക് വിശ്വാസം തന്നെ കുറവാണ്. അപ്പം അതുകൊണ്ട് അന്ധവിശ്വാസം തീരെയില്ല.